الله بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الحق الثامن. നമ്മൾ സഹവാസം, സുഹബത്ത്, ഈ സുഹബത്തുമായി ബന്ധപ്പെട്ട സംസാരിക്കുമ്പോൾ അതുപോലെ പരസ്പരം ഇണങ്ങുകയും സഹോദര്യവും സൗഹൃദവും സഹവാസവും കൂട്ടുജീവിതവും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകേണ്ട മര്യാദകൾ, ഈ മര്യാദകളാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. അതിൽ 8ാമത്തെ ബാധ്യത അൽ ഹഖ്ഖു സാമിനു അത്തഖ്ഫീഫു വതർക്കു തകല്ലുഫി വതക്ലീഫി. എല്ലാറ്റിനെയും പരസ്പരമുള്ള ബന്ധത്തിലുള്ള ഇടപാടുകളിൽ എപ്പോഴും ലഘൂകരിക്കുക, അതുപോലെ പ്രയാസപ്പെടുത്തുന്ന ശൈലി ഉപേക്ഷിക്കുക, നിർബന്ധിക്കൽ ഉപേക്ഷിക്കുക. ഇതൊരു പ്രധാന ഘടകമാണ്. പരസ്പര ബന്ധം പുലർത്തുന്ന സമയത്ത് അതൊരു പ്രധാന ഘടകമാണ്. വദാലിക ബിഅല്ലാ യുകല്ലിഫ അഖാഹു മാ യശുഖു അലൈഹി ബൽ യുറവ്വിഹു സിർറഹു മിൻ മുഹിമ്മാതിഹി വഹാജാതിഹി വയുറഫിഹുഹു അൻ യഹ്മിലഹു ശൈഅൻ മിൻ അഅബാഇഹി. അതെന്താണ്? നിർബന്ധിക്കാതിരിക്കലാണ്, തന്റെ സുഹൃത്തിനെ നിർബന്ധിക്കാതിരിക്കലാണ്. മാ യശുഖു അലൈഹി, അവന് പ്രയാസമുള്ള കാര്യങ്ങൾ. ഒരു സുഹൃത്തിന് പ്രയാസമുള്ള കാര്യങ്ങൾ നിർബന്ധിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് പരസ്പര സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ടതാണ്. എന്ന് മാത്രമല്ല, അവനൊരു റാഹത്ത് ഉണ്ടാക്കി കൊടുക്കുക, സന്തോഷം കൊടുക്കുക. അവന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ മുഹിമ്മാതിഹി വഹാജാതിഹി, അവന്റെ ആവശ്യങ്ങൾ, ഇതിലെല്ലാം ഒരു ആശ്വാസം കൊടുക്കുക. അവനൊരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക, അവന്റെ ഒരു ഭാണ്ഡം വഹിക്കുന്നതിൽ അവനൊരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ഫലാ യസ്തമിദ്ദു മിൻഹു, അവനിൽ നിന്ന് തേടരുത്. മിൻജാഹിം വ മാലിൻ, അവന്റെ അധികാരമോ അവന്റെ സ്വത്തോ നമ്മൾ അവനിൽ നിന്ന് ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ചെയ്യും. വലാ യുകല്ലിഫുഹു തവാദുഅ ലഹു, എന്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടരുത്. അതോടൊപ്പം തന്നെ അവന്റെ അവസ്ഥകൾ അന്വേഷിക്കണം, അവന്റെ ബാധ്യതകൾ നിറവേറ്റി കൊടുക്കുക. അവനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക. തബറുക്കം ബിദുആഇഹി, എന്റെ സുഹൃത്തിന്റെ ദുആന്റെ ബർക്കത്ത് എനിക്ക് കിട്ടും. വസ്തീനാസം ബിലിഖാഇ, അവനെ കണ്ടുമുട്ടുന്നത്, അവനുമായി കൂടിച്ചേരുന്നത്, അവനുമായി സഹവസിക്കുന്നത് അതൊരു ആശ്വാസമാണ്. വസ്തിആനത്തം ബിഹി അലാ ദീനിഹി, ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ്. തഖർറുബൻ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ്. ബിൽ ഖിയാമി ബിഹുഖൂഖിഹി, അള്ളാഹുവിന്റെ ഹക്കുകൾ നിർവഹിക്കാൻ. വതഹമ്മുലി മുഅ്നതിഹി, അതുപോലെ അവന്റെ ചിലവുകൾ ഏറ്റെടുക്കാൻ പറ്റുന്നത് ഏറ്റെടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ബന്ധം പുലർത്തുന്നത്. ഖാല ബഅ്ദുഹും, ചില മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം, മൻ ഖതലാ മിൻ ഇഖ്വാനിഹി മാ ലാ യഖ്ലൂനഹു ഫഖദ് ലലമഹും. ഒരാൾ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന്, തന്റെ സഹോദരങ്ങളിൽ നിന്ന് അവർക്ക് വീട്ടാൻ കഴിയാത്തത് ആവശ്യപ്പെട്ടാൽ അത് അവരോട് ചെയ്യുന്ന ഒരു അക്രമമാണ്. വമനിഖത്തല്ലാമിനുഹും മിസ്ലമായ ഖത്തലൂനഹു, അവർക്ക് വീട്ടാൻ കഴിയുന്നത് പോലെയുള്ളത് ആവശ്യപ്പെട്ടാൽ തന്നെ ഫഖദ് അത്അബഹും, അതവരെ ക്ഷീണിപ്പിക്കലാണ്. വമല്ലം യഖ്തലി ഫഹുവൽ മുതഫദ്ദിലു അലൈഹിം, ഒരാൾ ഒന്നും തേടാതെ ആശ്വാസം കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അവരാണ് ശരിക്കും അവർക്ക് ഒരു മഹത്വമുള്ളവൻ, അല്ലെങ്കിൽ അവരോട് ഔദാര്യം കാണിച്ചവൻ. വഖാല ബഅ്ദുൽ ഹുക്കമാഇ, ചില ഹുക്കമാ പറഞ്ഞത് കാണാം, മൻ ജഅല നഫ്സഹു ഇൻദൽ ഇഖ്വാനി ഫൗഖ ഖദ്രിഹി അസിമ വ അസിമു, ഒരാൾ തന്റെ സുഹൃത്തുക്കളോട് അവർക്ക് കഴിയുന്നതിന്റെ അപ്പുറം ആവശ്യപ്പെട്ടാൽ അവനും
അത് കുറ്റത്തിലാകുന്നു, അവരും കുറ്റത്തിലാകുന്നു. തേടിയ വകയിൽ ഇവൻ കുറ്റക്കാരൻ, ചെയ്യാൻ പറ്റാത്ത വകയിൽ മറ്റുള്ളവരും കുറ്റക്കാരാകും. അപ്പൊ മറ്റുള്ളവരോട് ചെയ്യാൻ കഴിയാത്തത് ആവശ്യപ്പെടാതിരിക്കുക. ഒരാള് കഴിയുന്നത് അങ്ങനെ തന്നെ ആവശ്യപ്പെട്ടാൽ അത് ക്ഷീണിപ്പിക്കലാണ്, സ്വയം ക്ഷീണിക്കലും മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കലുമാണ്. കഴിയുന്നതിന്റെ താഴെ എന്ത് ചെയ്യുന്നുള്ളൂ, നിശ്ചയിക്കുന്നുള്ളൂ, എന്നാൽ അവനും രക്ഷപ്പെട്ടു, അവരും രക്ഷപ്പെട്ടു. ശരിക്കുള്ള തഖ്ഫീഫ്, ലഘൂകരണം എങ്ങനെയാണ്? എല്ലാം ഒഴിവാക്കി കൊടുക്കുക, എന്ന് പറയാം. എല്ലാ നിർബന്ധിക്കലൊക്കെ ഒഴിവാക്കി കൊടുത്ത് എല്ലാത്തിനും അഫ്വ് ചെയ്ത്, ഹത്താ ലാ യുസ്തഹയാ മിൻഹു, അവനെ കണ്ടാലൊന്ന് മാറി നിൽക്കേണ്ട, അവൻ വരുന്നുണ്ട്, അവൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കണം എന്ന ചിന്ത ആവശ്യം വരാതിരിക്കും. ഫീമാ ലാ യുസ്തഹയാ മിൻ നഫ്സിഹി, അവന് സ്വന്തം കാര്യങ്ങളിൽ തന്നെ മറഞ്ഞു നിൽക്കേണ്ടി വരാത്തതിലൊന്നും അവന് സുഹൃത്തിന്റെ വിഷയത്തിലും മറഞ്ഞു നിൽക്കേണ്ടി വരരുത്. അപ്പോ സ്വന്തത്തിന് വേണ്ടി ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ സുഹൃത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത്. ഖാലൽ ജുനൈദ്, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തവാഖ ഇസ്നാനി ഫില്ലാഹി, രണ്ടാൾ അള്ളാഹുവിന്റെ വഴിയിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ചിട്ട് ഫസ്തൗഹശ അഹദുഹുമാ, അതിൽ നിന്ന് ഒരാൾക്ക്, രണ്ടിൽ ഒരാൾക്കൊരു അതൊരു മടുപ്പായി മാറിയാൽ, ഫസ്തൗഹശ അഹദുഹുമാ മിൻ സ്വഹബിഹി, തന്റെ കൂട്ടുകാരനൊരു മടുപ്പുണ്ടായാൽ, അവിഹ്തശമ, അല്ലെങ്കിൽ മറിഞ്ഞു നിൽക്കേണ്ട, ലജ്ജിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ, ഇല്ലാലി ഇല്ലത്തിൻ ഫി അഹദിഹിമ, രണ്ടിൽ ഒരാളിലുള്ള ഏതോ ഒരു കാരണത്തിന് വേണ്ടി അല്ലാതെ മറഞ്ഞു വെക്കേണ്ടി വന്നാൽ അത് എന്താണ്? അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഖാല അലി അലൈഹിസ്സലാം, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശർറുൽ അസ്ദിഖാഇ, ചങ്ങാതിമാരിൽ ഏറ്റവും മോശം ഏതാണ്? മൻ തകല്ലഫ ലക വമൻ അഹ്വജക ഇലാ മുദാറാത്തി, ഒരു തകല്ലുഫ് ഉണ്ടാക്കുന്നവനാണ്, പ്രയാസം ഉണ്ടാക്കുന്നവനാണ്, ഇതിൽ കൂടി ഭയങ്കര ഇടങ്ങാറാണ് ഒത്തുപോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്ത് വേണം, ഒരു തർക്ക ആവശ്യമാകും, വാൽജാക്കയിൽ എഴുത്തിദാരിൻ, അല്ലെങ്കിൽ കൂടെ അതിനോടൊരു സോറി പറയേണ്ട ചുറ്റുപാടിലേക്ക് എത്തിത്തീരും. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കൂടരുത്. എല്ലാറ്റിനും കണക്ക് പറഞ്ഞ് അങ്ങനെ ശിക്ഷിക്കുന്ന, അങ്ങനെ കണക്ക് പറയുന്നവരുടെ കൂടെ കൂടരുത്. വഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ തുഖാതിഉ നാസ ബിത്തകല്ലുഫി, തകല്ലുഫ് ഉണ്ടായാൽ ജനങ്ങളെ ബന്ധം മുറിഞ്ഞു പോകും. ഭയങ്കരമായിട്ട് കണക്ക് പറയാ, വല്ലാതെ ഈ ഇത് ചെയ്താൽ കണക്കും ബന്ധം മുറിഞ്ഞു. യസൂറു അഹദുഹും അഖാഹു, ഒരാള് തന്റെ സുഹൃത്തിനെ സന്ദർശിക്കുന്നു, ഫയതകല്ലഫു ലഹു, അതൊരു പ്രയാസമായിട്ട് മാറുന്നു, അവനെ പരിരക്ഷിക്കാനും അവന്റെ ആതിഥേയത്വം നോക്കാനും കഴിയാത്ത വിധം പ്രയാസാകുന്നു. ഫയഖ്തഉഹു ദാലിക അൻഹു, അയാൾ ആ ബന്ധം വേഗം മുറിക്കുക, നടക്കൂല, എന്റെ പരിപാടിയൊക്കെ മുടങ്ങിപ്പോകും, അയാൾ ബന്ധം മുറിക്കും. വഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, യഥാർത്ഥ വിശ്വാസി തന്റെ മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. ലാ യഗ്തനിമുഹു വലാ യഹ്തശിമുഹു, അവന്റെ അടുത്ത് നിന്ന് കാര്യം നേടണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല, അവൻ വരുമ്പോ ഒന്നും മടുത്ത് മാറി നിൽക്കേണ്ട ചിന്ത ഉണ്ടാവില്ല. വഖാലൽ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹിബത്തു അർബഅ തബഖാത്തിൻ മിൻ ഹാദിഹി ത്വായിഫ, ഈ കാലഘട്ടക്കാരായ 4 തരം ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടി. കുല്ലു തബഖത്തിൻ 30 റജുലൻ, ഓരോ ഐറ്റത്തിലും 30ഓളം ആൾക്കാരുണ്ട്. ഹാരിസൻ അൽ മുഹാസിബി വതബഖത്തുഹു, ഹാരിസുൽ മുഹാസിബിയും ആ ഒരു കൂട്ടരും, ഹസൻ അൽ മുസൂഹി വതബഖത്തുഹു, ഹസൻ മുസൂഹി കൂട്ടരും, സരിയുസ് ഖുത്തി റളിയല്ലാഹു അൻഹു വതബഖത്തുഹു, സരിയുസ് ഖുത്തിയും കൂട്ടരും, വബിൽ ഖുറൈബി വതബഖത്തുഹു, അവരും കൂട്ടരും. ഫമാ തവാഖ, ഇവരെല്ലാം കണ്ടിട്ട്, ഫമാ തവാഖ ഇസ്നാനി ഫില്ലാഹി വഹ്തശമ അഹദുഹു മിൻ സ്വാഹിബിഹി, അവരിൽ സൗഹൃദ ബന്ധമുള്ള 2 ആള് തമ്മിൽ മടുത്ത ഒരു രംഗം കാണാൻ കഴിയില്ല. ഇസ്തൗഹശ ഇല്ലാലി ഇല്ലത്തിൻ ഫി അഹദിഹിം, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുന്നത് കാണൂല, എന്തോ ഒരു കാരണത്തിന് വേണ്ടിയല്ല, എന്തോ രോഗോ അല്ലെ എവിടെങ്കിലും അങ്ങനത്തെ ഒരു പ്രയാസത്തിന് വേണ്ടിയല്ലാതെ അവർ ഒറ്റപ്പെട്ടത് കാണാൻ കഴിയും. വഖീല ലി ബഅദിഹിം മൻ നസ്ഹബു, ചില മഹാന്മാരോട് ആരുടെ കൂടെ കൂടേണ്ടതെന്ന് ചോദിച്ചപ്പോ ഖാല മൻ യർഫഉ അൻക സിഖല തകല്ലുഫി,
നിന്റെ ഭാരങ്ങളൊക്കെ ഒഴിവാക്കി തരുന്നവരുടെ കൂടെ കൂടുക. അവനോട് കീപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, അതിന് ഭയങ്കര ചെലവ് വരുന്ന അവസ്ഥ. അവനൊന്ന് കണ്ടുമുട്ടിയാൽ ഭയങ്കര ചെലവാണ്, അവൻ നമ്മളൊന്ന് അതിഥിയായി വന്നാൽ ഭയങ്കര ചെലവാണ്. അങ്ങനത്തെ ആൾക്കാരെ കൂടെ കൂടണം. ജാഫർ ബിൻ മുഹമ്മദ് സാദിഖ് റളിയല്ലാഹു അൻഹുമാ ജാഫർ ബിൻ മുഹമ്മദ് സാദിഖ് റളിയല്ലാഹു അൻഹുമാ അവര് യഖൂലു പറയാറുണ്ട്, അസ്ഖലു ഇഖ്വാനി അലയ്യ മൻ യതകല്ലഫു ലീ വഅതഹഫ്ഫളു മിൻ. എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കൂട്ടർ ആരാന്നറിയോ? വന്നാല് അവരെ നോക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആൾക്കാർ, അവന്റെ ആ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ചെലവ് വരും. അങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ഭാരം. അഖഫുഹും അലാ ഖൽബി, ഏറ്റവും എളുപ്പം ആരാന്നറിയോ? മൻ അകൂനു മഅഹു കമാ അകൂനു മഅഹു. ഞാൻ ഒറ്റക്കായാൽ എന്തൊക്കെയാണ് അതൊക്കെ മതി അവര് വന്നാലും അവരെ കൂടെ ആയാലും. അങ്ങനത്തെ ആൾക്കാരാണ് എളുപ്പം. വഖാല ബഅദു സൂഫിയത്തി, ചില മഹാന്മാര് പറഞ്ഞു, ലാ തുആശിറു മിനന്നാസി, ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് സഹവസിക്കരുത്. ഇല്ലാമല്ലാ തസീദു ഇൻദഹു ബിബിർരിൻ, കൂടെ കൂടി എന്തെങ്കിലും ഒരു ഗുണം വേണം, അവരെ കൂടെ സഹവസിക്കാം. വലാ തൻഖുസു ഇൻദഹു ബിഇസ്മിൻ, അവരെ കൂടെ കൂടിയാൽ ഒരു കുറ്റവും കുറയൂല. അങ്ങനത്തെ ആളെ കൂടെ കൂടരുത്. യകൂനു ദാലിക ലക വഅലൈക, അത് ഭയങ്കര പ്രയാസമായി മാറും. വഅൻത ഇൻദഹു സവാ, അവന്റെ അടുത്ത് കൂടിയാൽ കൂടാത്തത് ഒരുപോലെയാണ്. അങ്ങനത്തെ ഒരു കൂടെ കൂടരുത്. കൂടിയാൽ ഒരു ഗുണം കൂടണം, ഒരു കുറ്റം എന്ത് ചെയ്യണം? കുറയണം. ഇന്നമാ ഖാല ഹാദാ ലിഅന്നഹു ലിഅന്ന ബിഹി യതഖല്ലസ് അനി തകല്ലുഫി വതഹഫുദ്. ഇങ്ങനെ സംഭവിക്കൽ എപ്പോഴാണ്? തകല്ലുഫും തഹഫുദും. തകല്ലുഫ് എന്ന് പറഞ്ഞാൽ അവൻ അതുമാണ്, എനിക്ക് അതാ വേണ്ടത്, എനിക്ക് പിന്നെ ഭക്ഷണം ഇതേ പറ്റുള്ളൂ, എനിക്ക് പറ്റതിന് ഇതേ പറ്റുള്ളൂ, എനിക്ക് ഇരിക്കാൻ ഇങ്ങനെ വേണം, അങ്ങനെ ഉള്ള തകല്ലുഫ്. അതേസമയം തഹഫുദും അങ്ങനെ തന്നെ. അത്തരം വിഷയങ്ങളിൽ ചെലവ് കൂടും. അവൻ ഉണ്ടാവും, അത് ചെയ്യാൻ പറ്റൂല, ഇത് ചെയ്യാൻ പറ്റൂല, അത് കുടിക്കാൻ പറ്റൂല, ഇത് തിന്നാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള തഹഫുദ്. വഇല്ല ഫത്തബഉ യഹ്മിലുഹു, ഇങ്ങനെ ആകാതിരുന്നാൽ എന്താ ഗുണം? ഫത്തബഉ യഹ്മിലുഹു, ആ പ്രകൃതം അതെല്ലാം സഹിക്കും. അലാ യതഹഫള മിൻഹു ഇദാ അലിമ അന്ന ദാലിക യൻഖുസുഹു ഇൻദഹു. അതുണ്ടായാൽ ഇങ്ങനെ നുഖ്സാൻ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ ആ അതൊക്കെ സഹിച്ചോളും, കുഴപ്പമില്ല, എനിക്ക് എന്റെ സുഹൃത്തിന്റെ അടുത്ത് ഇതൊക്കെ മതി. വഖാല ബഅദുഹും, ചില മഹാന്മാരുടെ നിർദ്ദേശം എന്താണ്? കുൻ മഅ അബ്നാഇ ദുനിയ ബിൽ അദബ്, ദുനിയാവിന്റെ ആൾക്കാരോട് കൂടെ നീ അദബ് പാലിക്കും. വമഅ അബ്നാഇൽ ആഖിറ ബിൽ ഇൽം, പരലോകത്തിന്റെ ആൾക്കാരുടെ കൂടെയാണെങ്കിൽ ഇൽമാണ് അവിടെ പ്രധാനം. വമഅൽ ആരിഫീന കൈഫ ശിഅ്ത, ആരിഫീങ്ങളുടെ കൂടെയാണ് പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. വഖാല ആഖിർ, ചില മഹാന്മാർ പറഞ്ഞു, ലാ തസ്ഹബ് ഇല്ലാ മൻ യതൂബു അൻക ഇദാ അദ്നബ്ത, ഈ ഒരു തെറ്റ് ചെയ്തു പോയാൽ നിനക്ക് വേണ്ടി തൗബ ചെയ്യുന്ന ആൾക്കാർ, അവരെ കൂടെ കൂടണ്ട. യഅ്തദിറു ഇലൈക ഇദാ അസഅ്ത, നീ ഒരു തെറ്റ് ചെയ്തു പോയ, ഒരു പ്രയാസം വന്നു പോയാൽ നിന്നോട് സോറി പറയും. വയഹ്മിലു അൻക മുഹനത്ത നഫ്സിക, നിനക്കൊരു ചെലവുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ അവർക്ക് മനസ്സുണ്ട്. വയക്ഫീക മുഹനത്ത നഫ്സിഹി, അവരുടെ ചെലവ് നിനക്കിട്ട് പ്രയാസമാവൂല. വഖായിലു ഹാദാ ഖദ് ദീഖ തരീഖുൽ ഉഖുവത്തി അലന്നാസി, ജനങ്ങൾക്ക് ഉഖുവത്തിന്റെ റൂട്ട് വളരെ പ്രയാസമായിരിക്കുന്നു. വലൈസൽ അംറു കദാലിക്, ചില ആൾക്കാർ പറയുന്നതാണ് കൂട്ടുകൂടാൻ ഭയങ്കര വിഷമാണ്. സത്യത്തിൽ അങ്ങനെ അല്ല. ബൽ യംബഗി അൻ യുആഖിയ കുല്ല മുത്തദയ്യിനിൻ ആഖിലിൻ, ഏത് ബുദ്ധിയുള്ള ദീനുള്ളവരുടെ കൂടെയൊക്കെ കൂടാൻ പറ്റണം. വയഅസിമു അലാ അൻ യഖൂമ ബിഹാദിഹി ശറാഇത്ത്, ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ പാലിക്കാൻ തീരുമാനിക്കും. വലാ യുകല്ലിഫു ഗൈറഹു ഹാദിഹി ശുറൂത്ത്, മറ്റൊരാളെ നിർബന്ധിക്കാതിരിക്കും. ഹത്താ തുക്സിറ ഇഖ്വാനഹു, അങ്ങനെ ധാരാളം കൂട്ടുകാരുണ്ടാകും. ഇന്ന് എന്താ ഗുണം? ഇത് ബിഹി യകൂനു മുആഖിയം ഫില്ലാഹ്, അങ്ങനെയാവുമ്പോ അള്ളാഹുവിന്റെ വഴിയിലുള്ള സാഹോദര്യം ബന്ധമുള്ളവനായി നീ മാറും. അങ്ങനെ ആയാൽ അത് വലിയ നേട്ടമാണ്. അല്ലെങ്കിലോ വൈല്ലാ കാനത്തു മുആഖാതുഹു ലിഹുദൂദി നഫ്സിഹി ഫഖത്ത്, അല്ലെങ്കിൽ ഈ ബന്ധമൊക്കെ എന്തിനു വേണ്ടിയാണ്? ഗുണത്തിനു വേണ്ടി. അവിടെ പോയാൽ കാണാൻ ആളുണ്ട്, ഇവിടെ പോയാൽ പറയാൻ ആളുണ്ടാകാൻ വേണ്ടി, അതിനല്ല. ഉഖ്റവിയായ നമ്മുടെ ആത്മീയമായ സംസ്കരണത്തിന് വേണ്ടിയാണ് നമുക്ക് ഈ മുആഖാത്ത് വേണ്ടത്. വലിദാലിക ഖാല റജുലുൻ ലി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഖദ് അസ്സൽ ഇഖ്വാനു ഫീ ഹാദ സമാനി, ഈ കാലത്ത് ഒരു പറ്റിയ കൂട്ടുകാരും ഇല്ലല്ലോ. അയിന അഖുല്ലി ഫില്ലാ, എനിക്കൊരു അള്ളാന്റെ വഴിയിലുള്ള ഒരു കൂട്ടുകാരൻ ആരെങ്കിലും കാണിച്ചു തരുമോ? ഫഅറദൽ ജുനൈദ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. ഹത്താ ആദഹു സലസ, 3 വട്ടം ചോദിച്ചു.
ഫലമ്മ അക്സറ പിന്നെ പിന്നെയും പറഞ്ഞപ്പോ കാല ലഹുൽ ജുനൈദ് എന്ന് പറഞ്ഞു ഇന്ന അറത്ത അഖൻ യക്ഫീക മൂനത്തക്ക വയതഹമ്മലു അദാക ഫഹാദ ലഅംദി ഖലീൽ. നിങ്ങൾക്ക് നിങ്ങളെ ചെലവൊക്കെ പ്രയാസം ഉണ്ടാക്കാത്ത, അതേപോലെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭാരവും അവരുടെ പ്രയാസവും ഒക്കെ നിങ്ങൾക്ക് പ്രയാസമാകാത്ത അത്തരം ഒരാളാണെങ്കിൽ ഇക്കാലത്ത് അത് വളരെ കുറവാണ്. വൈനറത്താഹംഫില്ല, അള്ളാഹുവിന്റെ വഴിയിലുള്ള ഒരു സുഹൃത്തിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തഹ്മിലു അൻത മോനത്തഹു, അയാളെ ചെലവ് നിങ്ങൾ വഹിക്കാൻ സന്നദ്ധമാവുക. തുസ്ബിറു അല അദാഹു, അയാൾ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ നിങ്ങൾ സന്നദ്ധാകുക. അങ്ങനെയാണ് ഫൈന്ദി ജമാഅത്തുൻ ആരിഫുഹും ലക്ക, നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരുടെ ഒരു കൂട്ടരുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ സക്കത്തർ റജുൽ, അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാലം മനസ്സിലാക്കേണ്ടത് അന്നന്നാസ സലാസത്തു, ജനങ്ങൾ 3 തരത്തിലാണ്. റജുലുൻ തന്തഫിയു ബി സുഹ്ബത്തിഹി, കൂടെ കൂടിയാൽ ഉപകരിക്കുന്ന ഒരു കൂട്ടർ. റജുലുൻ തഖ്ദിറു അലാ അൻ തൻഫഅഹു വലാ തതളററു ബിഹി, ഒരു കൂട്ടർ എന്താണ്, നിനക്ക് അവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റും, നിനക്ക് അവർ പ്രയാസമൊന്നും ഇല്ലാതെ ഒപ്പിക്കാൻ പറ്റും. വലാകിൻ ലാ തന്തഫിയു ബിഹി, അവരെ കൊണ്ട് നിനക്ക് ഉപകാരമൊന്നും ഉണ്ടാവില്ല. നീ അവർക്ക് ഉപകാരം ചെയ്യും, അവരെ കൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഗുണമുണ്ട്. മൂന്നാമത്തത് റജുലുൻ ലാ തഖ്ദിറു അയ്ളൻ അലാ അൻ തൻഫഅഹു, അവർക്കൊരു ഉപകാരം നിനക്ക് ചെയ്യാൻ പറ്റൂല. തതളററു ബിഹി, നിനക്ക് ഒരുപാട് ഇടങ്ങാറ് അവരെ കൊണ്ട് ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയാണ് വഹുവൽ അഹ്മഖു അബി സയ്യിഇൽ ഖൽഖി ഖുലുഖി, മോശ സ്വഭാവക്കാര് അല്ലെ ബുദ്ധി കുറവുള്ളൂ. ഫഹാദ സാലിസു, ഈ മൂന്നാമത്തത് എംബഗി അൻ തതജന്നബഹു, ഇത് ഉപേക്ഷിക്കണം. അമസാനി ഫലാ തതജന്നബ് ഫലാ തജ്തനിബുഹു, രണ്ടാമത് പറഞ്ഞാൽ അടുത്ത് പോകരുത്. ലിഅന്നക തൻതഫിയു ഫിൽ ആഖിറതി തജ്തനിബുഹു, നിങ്ങൾ അവരെ ഒഴിവാക്കരുത്. ലിഅന്നക തൻതഫിയു ഫിൽ ആഖിറതി, ആഖിറത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ബി ശഫാഅത്തിഹി, അവരെ ശുപാർശ കിട്ടും. ബി ദുആഇഹി, അവരെ ദുആ ബർക്കത്ത് കിട്ടും. വബി സവാബിക അലൽ ഖിയാമി ബിഹി, അവരെ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ എന്തുണ്ടാകും, പ്രതിഫലം ഉണ്ടാകും. അവരോടുള്ള ബന്ധം പുലർത്തുന്നതിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാകും. വഖദ് ഔഹല്ലാഹു തആല ഇലാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഒരു വഹീ നൽകി. ഇന്ന അത്വഅതനി ഫമാ അക്സറ ഇഖ്വാനക, എനിക്ക് വഴിപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇത്ര കൂട്ടുകാരെന്തിനാണ്. ഐ ഇൻ വാസയിത്തവും വഹ്തമൽത മിൻഹും വലം തഹ്സുദുഹും, അതായത് നിങ്ങൾ അവരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുകയും അവരുടെ അടുത്ത് നിന്നെല്ലാം സഹിക്കുകയും അവരോട് അസൂയൊന്നും പുലർത്താതിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാർ എന്നത് നല്ല ആശയമാണ്. ഒക്കത് കാല ബഅദുഹും, ചില മഹാന്മാരൊക്കെ പറഞ്ഞു സ്വഹിബത്തുന്നാസ 50 സനത്ത്, 50 കൊല്ലമൊക്കെ ഞാൻ പലരുടെയും കൂടെ കൂടി. ഫമാ വഖഅ ബൈനി വ ബൈനഹും ഖിലാഫുൻ, ഇതുവരെ ഒരു തർക്കം നടന്നിട്ടില്ല. ഫൈനി കുന്തു മഅഹും അലാ നഫ്സി, എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഞാൻ അവരെല്ലാം കൂടെ കൂടും. ഒമൻ കാനത്ത് ഹാദിഹി സീമത്തുഹു കസുറ ഇഖ്വാനു, ഇങ്ങനെ പെരുമാറാൻ പറ്റിയാൽ, ഇങ്ങനത്തെ ഒരു പ്രകൃതം കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ ധാരാളം കൂട്ടുകാരുണ്ട്. ധാരാളം ആൾക്കാരുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടി ജീവിക്കാൻ പറ്റും. അപ്പൊ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അതൊരു വലിയ സൽക്കർമ്മമാണ്. പക്ഷെ ആ സൽക്കർമ്മത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, മര്യാദകൾ കുറയുണ്ട്. മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ മര്യാദ വെച്ച് പുലർത്തുക. മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതിന് പകരം അവരോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിക്കുക. അവരെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അത് സഹിക്കുക, സഹിക്കുന്നതിൽ സന്തോഷിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അവരോട് നല്ലത് ചെയ്താൽ ആ നല്ലതിൻ്റെതായ ദുആ ബർക്കത്തൊക്കെ നമുക്ക് കിട്ടും. അവരെ പ്രയാസങ്ങൾ അത് നമ്മൾ സഹിക്കുക. ഇത് കുടുംബ ജീവിതത്തിലായാലും കൂട്ടുജീവിതത്തിലായാലും നമ്മൾ ഔദ്യോഗിക ജീവിതത്തിലായാലെല്ലാം വളരെ എളുപ്പമുള്ളൊരു നല്ല ഒരു ആശയമാണ്. ഈ ആശയം നടപ്പിലാക്കാൻ പറ്റിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ട് എന്ത് ചെയ്യാം, സ്വസ്ഥമായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് നിൽക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയൊരു തൗഫീഖുള്ള ഒരു വിഷയമാണ് ഗസാലിമാമിന്റെ ഈ വിവരണം. അതൊരു ഭയങ്കര വിവരണം തന്നെ. ആ വിവരണം ഇപ്പോൾ പലരും ഇതെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയത്ത് ഗസാലിമാമ് വളരെ കാലേ കൂട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ച ആശയ രീതി, അത് നന്നായിട്ട് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കും. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഈ ആശയം കൈകാര്യം ചെയ്യപ്പെടുന്ന സമയത്ത് ചിലരൊക്കെ പറയും,
അതെന്താ? ചില മഹാന്മാർക്ക് അങ്ങനെ ഇല്ലേ? ചില മഹാന്മാർ ഇവിടെ ഇങ്ങനെ കടുപ്പത്ത് പെരുമാറിയിട്ടില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെ പെരുമാറിയിട്ടില്ലേ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അതായത് വേര് പോകേണ്ടത് മണ്ണില, കല്ലിലല്ല. വേര് പോകേണ്ടത് കല്ലിലാണ്. പണ്ടൊരാൾ ചോദിച്ചു, കല്ല് പോകുന്ന മണ്ണെന്താ? അല്ല, ഈ കല്ല് പോകുന്ന വേറെന്താ മണ്ണ് പോയാലും ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ചിന്തിക്കുമ്പോ നല്ലതാ ചിന്തി. ഒരു ഉസ്താദിന്റെ അടുത്ത് കൂടുമ്പോ ആ ഉസ്താദിന്റെ നന്മകൾ പിൻപറ്റണം. ആ ഉസ്താദുകളിൽ തന്നെ ഇഷ്ടപ്പെടാത്ത ചില വിഷയങ്ങൾ ഉണ്ടാകും, അത് പിൻപറ്റരുത്. അവർക്കും പൊരുത്തം ഉണ്ടാവും. ഉദാഹരണത്തിന് പഴയ കാലത്തൊക്കെ ചില മഹാന്മാരൊക്കെ ചുരുട്ട് വലിക്കുന്നതൊക്കെ കാണും. അത് പിൻപറ്റിയാൽ ഒരിക്കലും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അത് നമ്മളോ പിൻപറ്റുന്നത് അവർക്ക് പൊരുത്തം ഉണ്ടാവില്ല. ഇതുപോലെ ചിലരുടെ പെരുമാറ്റത്തിലൊക്കെ ചില ശിദ്ദത്തുകൾ ഉണ്ടാകാം അപൂർവമായി. ആ ശിദ്ദത്തുകൾ പിൻപറ്റുന്നത് അവർക്ക് പൊരുത്തം ഉണ്ടാവില്ല, അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവരുടെ നന്മകളെ അവര് പിൻപറ്റാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതേ പിൻപറ്റാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എല്ലായിടത്തും അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പരസ്യമായി പറഞ്ഞ ഗുണങ്ങൾ എന്താ? വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് കാരുണ്യം ചെയ്തത് എന്ന ആശയമാണ് ഖുർആൻ പഠിപ്പിച്ച ആശയം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ വളരെ കരുണയോടെയും മൃദുലമായുള്ള പെരുമാറ്റം കൊണ്ടാണ് ജനങ്ങളൊക്കെ എന്ത് ചെയ്തത്? കൂടെ കൂടിയത്, ഇത്രയും ആള് കൂടിയത്. ലോകം മുഴുവനും ഈ മതം പ്രചരിച്ച അതുകൊണ്ടാണ് എന്നാണ് ഖുർആനിന്റെ ആശയം. അത് പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്, അതിന്റെ ആളാവുകയാണ് ചെയ്യേണ്ടത്. അതിനാണ് ഫലം. അതേ സമയത്ത് നിലപാടുകളുണ്ട്. നിലപാടുകൾ എല്ലായിടത്തും വളരെ വ്യക്തമാണ്, ശക്തമാണ്. ഇതിലൊരു സംശയവുമില്ല. പൊതുജീവിതത്തിനിടയിലും നമ്മുടെ കൂട്ടുജീവിതത്തിനിടയിലും കുടുംബജീവിതത്തിലൊക്കെ ഈ നിലപാടുകളാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പറയാനുള്ള അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്. കുറഞ്ഞ ഭാഗം കൂടി ഒന്ന് മുത്താല ചെയ്ത് നോക്കാമെന്ന് തോന്നുന്നു. തഖ്ഫീഫ് തർക്കു തക്കല്ലുഫ്, അഥവാ ഈ തക്കല്ലുഫ് എന്ന് പറഞ്ഞ കണിശ നിലപാട് പ്രയാസപ്പെടുത്തും. ഈ പ്രയാസപ്പെടുത്തൽ അത് ഉപേക്ഷിക്കുക, അതുപോലെ ലഘൂകരിച്ചു കൊടുക്കുക. എങ്ങനെയാണ്? അല്ലാ യതഅറള ഫീ നവാഫിലിൽ ഇബാദാത്ത്, ആരാധനകളിൽ സുന്നത്തുകളിൽ ഒന്നും വല്ലാതെ എന്ത് ചെയ്യരുത്. ആ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടാ, ഈ മറ്റേ സുന്നത്ത് പോകാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ എന്ത് ചെയ്യരുത്. ചെറിയ ചെറിയ സുന്നത്തായ ഇബാദത്തുകളിൽ നിർബന്ധിക്കാതിരിക്കുക, ചോദിക്കാതിരിക്കുക, ഇടപെടാതിരിക്കുക. കാന ത്വായിഫത്തും മിന സൂഫിയത്തി, സൂഫിയാക്കളിൽ വലിയ മഹാന്മാരായ വിൽമുൻ തഖ്വയൊക്കെ ഉള്ള മഹാന്മാർ യസ്തഹിബൂന അല ഷർത്തിൽ മുസാവാത്തി ബൈന അർബഇ മആനി, 4 ആശയങ്ങളുടെ ഇടയിൽ അവിടെ അത് എന്ത് ചെയ്യും? അവര് പരസ്പരം സഹവസിക്കുക. ഈ കണ്ടീഷനിൽ എന്താണ്? ഇൻ അക്കല അഹദുഹും നഹാറ കുല്ലഹു ലം യഖുൽ ലഹു സാഹിബുഹു സും. എല്ലാ പകലും ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്, അഥവാ നോമ്പ് വെൽക്കുന്നില്ല, അയാളോട് കൂട്ടുകാരൻ പറയട്ടെ ഇടയ്ക്കൊരു നോമ്പൊക്കെ നോക്കടെ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്. വൈൻ സ്വാമദ്ദഹറ കുല്ലുഹു, ഇനി ഒരാൾ എപ്പോഴും നോമ്പ് വെൽക്കുകയാണ്, എന്നാൽ അയാളോട് മറ്റേയാൾ പറയതില്ല യഖുല്ലു അഫ്തിർ, ഇപ്പൊ നോമ്പ് വെക്കലടാ, ഇടയ്ക്കൊരു നോമ്പ് മുറുക്കി എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്. വൈൻ നാമൽ ലൈല കുല്ലഹു ലം യഖുൽ ലഹുക്കും, രാത്രി തീർത്തു ഉറങ്ങിയാല് എന്നിട്ട് 2 റക്അത്തൊക്കെ തഹജ്ജുദ് നിസ്കരിക്കടേ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യും. വൈൻ സ്വല്ലൽ ലൈല കുല്ലഹു ലം യഖുൽ ലഹു, രാത്രി തീർത്തു ഒരാൾ നിസ്കരിക്കുമ്പോ ലം യഖുൽ ലഹു നം, കുറച്ചുറങ്ങ് എന്ന് പറഞ്ഞ് ശല്യം ചെയ്യും. തസ്തവി ഹാലാത്തുഹു ഇൻദഹു ബിലാ മസീദിൻ വലാ നുഖ്സാൻ, ഓരോരുത്തർ ചെയ്യുന്ന അവര് ചെയ്ത് മുന്നോട്ട് പോകും. നവാഫിലായ ഇബാദത്ത്, സുന്നത്തായ ഇബാദത്തുകളിൽ ആ നിലപാട്, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ മഹാന്മാരെ കാണും. എന്നതാലിക്ക ഇൻ തഫാവത്ത ഇൻ തുഫാവിത്ത് ഹറക്ക അത്വബഉ ഇല റിയാഇ, ഹറക്ക ത്വബഉ ഇല റിയാഇ, അതായത് ഇതില് പരസ്പരം തഫാവത്ത് വരുന്ന സമയത്ത് അതൊരു റിയായിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. വത്തഹഫുദു ലാ മഹാലത്തലും, അതായത് മറ്റോന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കലും റിയാ ആണ്, മറ്റോന് വേണ്ടി ചെയ്യലും അതും റിയായിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നിർബന്ധിക്കണ്ട, സ്വയം കണ്ടിട്ട് ഓരോരുത്തരും ചെയ്യാൻ തോന്നുമ്പോൾ തോന്നിയാൽ മതി. സുന്നത്തായ ഇബാദത്തുകളിൽ അങ്ങനെ ചെയ്താൽ മതി.
അതായത് അങ്ങനെ മറ്റൊരാൾ പറഞ്ഞു മാറ്റുന്ന സമയത്ത് അത് റിയായിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര സാധ്യത. അയാൾ മറ്റൊരാൾ കാണാൻ വേണ്ടി ചെയ്യാതിരിക്കുന്നത് അതും റിയായിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും സാധ്യതയുണ്ട്. ദാലിക ഹുവ റിയാഉ എന്നാണല്ലോ എന്തി മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. വഖദ് ഖീല മൻ സഖത്തത് കുൽഫത്തുഹു ദാമത്ത് ഉൽഫത്തു. ചില മഹാന്മാരുടെ ആപ്തവാക്യമാണ്. എന്താ, നോട്ട് ചെയ്യാൻ പറ്റിയതാണ്, സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല വാക്കാണ്. എന്താ, മൻ സഖത്തത് കുൽഫത്തുഹു ദാമത്ത് ഉൽഫത്തുഹു ഇൽഫത്തു. ഒരാള് ഈ കുൽഫത്ത് ഒഴിവായാൽ, ഈ ബുദ്ധിമുട്ടിക്കൽ ഒഴിവായാൽ ചങ്ങാത്തം നിലനിൽക്കും. ശല്യം ചെയ്യുക, ഒന്നിനും ശല്യം ചെയ്യാതിരുന്നാൽ ചങ്ങാത്തം നിലനിൽക്കും. നല്ലൊരു കോട്ട് ചെയ്യാൻ പറ്റിയ മൻ ഖഫത്തു മുഅ്നത്തുഹു ദാമത്ത് മവദ്ദത്തു. ചെലവ് ചുരുങ്ങിയാൽ സ്നേഹം വർദ്ധിക്കും. മൻ ഖഫത്തു മുഅ്നത്തുഹു ദാമത്ത് മവദ്ദത്തു. നല്ല കോട്ട് ചെയ്യാൻ പറ്റിയ വാക്കാണ്, നല്ല മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വാക്കാണ്. വഖാല ബഅദ് സ്വഹാബത്തി. ചില മഹാന്മാരൊക്കെ പറഞ്ഞു, സ്വഹാബത്തിൽ ചിലരൊക്കെ പറഞ്ഞു, ഇന്നല്ലാഹ ലഅനൽ മുതകല്ലിഫീൻ. ഈ മുതകല്ലിഫീങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനവൽ അത്ഖിയാഉ മിൻ ഉമ്മത്തി ബുറാഉ മിനത് തകല്ലുഫ്. ഞാനും തഖ്വയുള്ള എന്റെ ഉമ്മത്തിലെ ആൾക്കാരൊക്കെ തകല്ലുഫിന്റെ ആൾക്കാരാകില്ല. അവരിങ്ങനെ കഷ്ടപ്പെടുത്തും, പ്രയാസപ്പെടുത്തുന്ന ശൈലി സ്വീകരിക്കൂല. ഖാല ബഅദുഹും. ചില മഹാന്മാർ പറഞ്ഞു, ഇദാ അമില റജുലു. ഒരു മനുഷ്യനെ അമല് ചെയ്താൽ, ഫി ബൈത്തി അഖീഹി ഇദാ അമില റജുലു ഫി ബൈത്തി അഖീഹി അർബഅ ഖിസാലിൻ. 4 കാര്യങ്ങൾ ഒരാൾ ഒരു സഹോദരന്റെ വീട്ടിൽ വെച്ച് പ്രവർത്തിച്ചാൽ, ഫഖദ് തമ്മ ഉൻസുഹു ബിഹി. അയാൾ എപ്പോഴും ഒരു ആശ്വാസം. അയാളെ കണ്ടാൽ ഒരു സന്തോഷമാണ്. ഒന്നെന്താണ്, ഇദാ അക്കല ഇൻദഹു വദഖലൽ ഖലാഅ വസല്ല വനാമ. ഒരാളെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, അതുപോലെ അവിടെ ബാത്റൂം ഉപയോഗിച്ചു, അവിടെ വെച്ച് നിസ്കരിച്ചു, അവിടെ വെച്ച് ഉറങ്ങി. ഈ 4 കാര്യം ചെയ്താൽ അവിടെ എന്താണ്, അതായത് സൗഹൃദ ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ അവര് എന്താണ്, അവർ തമ്മിലുള്ള ആ ബന്ധം, ആശ്വാസ ബന്ധം, അത് പൂർത്തിയായി. അങ്ങനെ ആശയമാണ് അല്ലെ. ഫദക്കറ ദാലിക ബഅദിൽ മശായിഖ്. ചില മഹാന്മാരോട് പറഞ്ഞപ്പോ ഫഖാല ബഖിയത്ത് ഖാമിസത്തുൻ. 5-മത്തെ ഒരു കാര്യം കൂടിയുണ്ട്. വഹുവ അൻ യഹ്ദുറ മഅൽ അഹ്ലി ഫീ ബൈത്തി അഖീഹി വയുജാമിഉഹ. എന്ത് ചെയ്യലാണ്? കുടുംബസമേതം അവിടെ പോകലാണ്, എന്നിട്ട് അവിടെ ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് താമസിക്കലാണ് എന്ന്. ഒന്നിച്ച് താമസിച്ച് അറ കൂടുക, അത് കൂടിയാണ് എന്ന് ചില മഹാന്മാര് പറഞ്ഞു, ചില മശായിഖുമാര് പറഞ്ഞു. ലിഅന്നൽ ബൈത യുത്തഖദു ലിൽ ഇസ്തിഖ്ഫാഇ ഫീ ഹാദിഹിൽ ഉമൂരിൽ ഖംസ്. വീട് എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നടന്നാൽ ആണ് എന്ന് ചില മഹാന്മാർ അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. വഇല്ലാഫൽ മസാജിദു അർവഹു ലിഖുലൂബിൽ മുതഅബ്ബിദീൻ. അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് മഹാന്മാരായ ആബിദീങ്ങൾക്ക് അത് പള്ളിയാ പിന്നെ അവിടെ വേണ്ട. ഫൈദാ ഫഅല ഹാദിഹിൽ ഖംസ ഫഖദ് തമ്മൽ ലിഖാഉ. ഈ 5 കാര്യങ്ങൾ നടന്നാൽ അതാണ് ആ സൗഹൃദ ബന്ധത്തിന്റെ പൂർണ്ണമായ രൂപം. വർത്തഫഅത്തിൽ ഹഷ്മത്തു. പിന്നെ അവിടെ എന്തില്ല, ഒരു മറയിൽ. വതഅക്കദൽ ഇൻബിസാത്ത്. മനസ്സൊക്കെ എന്ത് ചെയ്തു, വിശാലമായി, അത് ഉറപ്പായി. വഖൗലുൽ അറബ്. അറബികളൊക്കെ പറയും, ഫി തസ്ലീമിഹിം യുഷീറു ഇലാ ദാലിക്. അവര് ഇത് സൂചിപ്പിക്കും, അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ സൂചിപ്പിക്കും. ഇത് യഖൂലു അഹദുഹും ലിസ്വാഹിബിഹി. ഒരു കൂട്ടുകാരൻ വന്നാൽ അവർ പറയും, മർഹബൻ അഹ്ലം മർഹബൻ വഅഹ്ലം വസഹ്ല, മർഹബൻ അഹ്ലം വസഹ്ല, അങ്ങനെ പറയും. എന്നിട്ട് ഐ ലക ഇൻദനാ മർഹബുൻ വഹുവ അസ്സഅതു ഫിൽ ഖൽബി വൽ മക്കാൻ. മർഹബ് എന്ന പ്രയോഗം തന്നെ വരുന്നത് എന്താണ്, മനസ്സിലും ഈ സ്ഥലത്തും വിശാലത ഉണ്ടാകുന്നതിനാണ് മർഹബ് എന്ന പ്രയോഗം വന്നത്. അപ്പൊ മർഹബൻ അഹ്ലൻ വസഹ്ലൻ, കുടുംബസമേതം ആണ് നിങ്ങൾക്ക് വിശാലത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് അറബികൾ പറയുന്ന ആ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. വലക ഇൻദന അഹ്ലുൻ അഹ്ലു തഅ്നിസു ബിഹിം ബിലാ വഹ്ശത്തിൻ ലക മിന്ന. നിങ്ങളുടെ അടുത്ത് നമ്മളെ കുടുംബം നിങ്ങൾക്ക് ഈ അർത്ഥത്തിൽ പെരുമാറാൻ പറ്റുന്നതാണ്, അഥവാ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം,
നിങ്ങളെ കുടുംബസമേതം ഇവിടെ താമസിക്കാം, അവിടെ നിങ്ങൾക്കൊണ്ട് നമുക്കും നമ്മളെ കൊണ്ട് നിങ്ങൾക്കും പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. മർഹമൻ വ അഹ്ലൻ വസഹലൻ. മാഷാ അല്ലാഹ്. വലക്ക ഇന്ധന സുഹൂലത്തും ഫീ ദാലിക കുല്ലിഹി. ഈ വിഷയത്തിലെല്ലാം നിങ്ങളെടുത്ത് നമുക്ക് സിമ്പിൾ ആണ്, ഈസി ആണ്, വളരെ യൂസറാണ്, എളുപ്പമാണ്. ലാ യസ്തദ്ദു അലൈന ശൈഉം മിമ്മാ തുരീദ്. നിങ്ങളെ ഇത്തരം വിഷയങ്ങളൊന്നും നമുക്ക് പ്രയാസമല്ല. വലാ യതിമ്മു തഖ്ഫീഫു വ തർക്കു തകല്ലുഫി. ഈ തഖ്ഫീഫ്, തർക്കു തകല്ലുഫ് എന്ന് പറഞ്ഞ ലഘൂകരണം, അതുപോലെ കടുപ്പപ്പെടുത്തൽ ഉപേക്ഷിക്കുക, അത് ഇല്ലാ ബി അൻ യറാ നഫ്സഹു ദൂന ഇഖ്വാനിഹി. തന്റെ സുഹൃത്തിന് താഴെയായിട്ട് തന്നെ കാണും, അവർക്ക് മുൻതൂക്കം നൽകുക. വയുഹ്സിനുൽ ദന്ന ബിഹിം, അവരെ കുറിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തുക. വയുസീഉൽ ദന്ന ബി നഫ്സിഹി, മോശം ധാരണ നമ്മളെ കുറിച്ച് കൊടുക്കുക. ഫഇദാ റആഹും ഖൈറൻ മിൻ നഫ്സിഹി ഫഇന്ന ദാലിക യകൂനു ഹുവ ഖൈറൻ മിൻഹും. നമ്മളെക്കാൾ നല്ലവരായി മറ്റുള്ളവരെ കണ്ടാൽ പിന്നെ ഫഇന്ന ദാലിക യകൂനു ഹുവ ഖൈറൻ മിൻഹും, ഇവൻ അവനേക്കാൾ നല്ലവനായി മാറി അതോടെ ആ ചിന്തയാണ് ഏറ്റവും വലിയ നന്മ. വഖാല അബൂ മുആവിയത്തുൽ അസ്വദ്, അബൂ മുആവിയത്തുൽ അസ്വദ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇഖ്വാനി കുല്ലുഹും ഖൈറും മിന്നി, എന്റെ കൂട്ടുകാരൊക്കെ എന്നെക്കാൾ നല്ലവരാണ്. ഖീല വകൈഫ ദാലിക, അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഖാല കുല്ലുഹും യറാലി അൽ ഫദ്ല അലൈഹി, എല്ലാവരും അവരെക്കാൾ നല്ലത് ഞാനാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരാണ് നല്ലവര്. ഏറെക്കുറെ അവരൊക്കെ ചിന്തിക്കുന്നത് ഞാനാ നല്ലവരെന്ന്, അതുകൊണ്ട് അവരാ എന്നെക്കാൾ നല്ലവരെന്ന് ആര് പറഞ്ഞു? അബൂ മുആവിയത്തുൽ അസ്വദ് പറഞ്ഞു. വമൻ ഫദ്ദലനി അലാ നഫ്സിഹി ഫഹുവ ഖൈറും മിന്നി, അയാളെക്കാൾ നല്ലത് ഞാനാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ട് അവരാണ് നല്ലത്. വഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യന്റെ നിലവാരം അവന്റെ കൂട്ടുകാരുടെ നിലവാരം അനുസരിച്ചാണ്, ദീനനുസരിച്ചാണ്. വലാ ഖൈറ ഫീ സുഹ്ബത്തി മൻ ലാ യറാ ലക മിസ്ല മാ തറാ ലഹു, അയാള് നിനക്ക് അയാൾക്ക് വേണ്ടി അയാളെ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന താല്പര്യം നിന്റെ വിഷയത്തിൽ കാണുന്നില്ലെങ്കിൽ അയാളെ കൂടെ കൂടുന്നതിൽ ഒരു ഖൈറും ഇല്ല. ഫഹാദിഹി അഖല്ലു ദറജാത്തി, ഇത് ലോ ഡിഗ്രിയാണ്. വഹുവ അൻ-നദ്റു ബിഐനിൽ മുസാവാത്തി വൽ കമാലി ഫി റുയത്തിൽ ഫദ്ലി ലിൽ അഖി, സുഹൃത്തിന് മഹത്വം കാണുന്നതിന് സഹോദരി എന്താണ് ഒരു സമത്വത്തിന്റെ പൂർണതയുടെ കണ്ണുകൊണ്ട്, സമത്വത്തിന്റെ കണ്ണുകൊണ്ട് നോക്കലാണ് എന്ത് ഇത്. വലിദാലിക ഖാല സുഫിയാൻ അത്സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ഖീല ലക യാ ശർറന്നാസ്, നിന്നോടൊരാള് ശർറന്നാസ് എന്ന് വിളിച്ചു, മോശക്കാരായ എന്ന് പറഞ്ഞാൽ ഫഗളിബ്ത, അപ്പൊ നിനക്ക് ദേഷ്യം വരികയാണ്, ഫഅൻത ശർറുന്നാസ്, അപ്പൊ നിങ്ങൾ ശർറുന്നാസ് ആയി. ഐ യംബഗി അൻ തകൂന മുഅ്തഖിദൻ ദാലിക ഫീ നഫ്സിക അബദ. ശർറുന്നാസ് എന്ന് പറയുമ്പോ പടച്ചോനെ ഞാൻ മോശക്കാരനായിരിക്കാം, ജനങ്ങളുടെ മോശക്കാരനായിരിക്കാം എന്ന് നീ എന്ത് ചെയ്യുക, കരുതുക. എന്നിട്ട് നന്നാകണേ എന്ന് ചിന്തിക്കുക, നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയാ ചെയ്യേണ്ടത്. കിബ്റ് ഉജ്ബിൽ വിശദമായിട്ട് നമുക്ക് പറയാം. സുഹൃത്തുക്കൾക്ക് അവർക്കാണ് എന്നെക്കാൾ മഹത്വം കൂടുതൽ എന്ന് ചിന്തിക്കുന്നതിനെ കുറിച്ച് ധാരാളം ബൈത്തുകൾ മഹാന്മാരുടേത് കാണാം. തദുല്ലു ലിമൻ ഇൻ തദല്ലൽത ലഹു യറാ ദാക ലിൽ ഫദ്ലി ലാ ലിൽ ബലഹ് വജാനിബു സദാഖത മൻ ലാ യസാലു അലൽ അസ്ദിഖാഇ യറൽ ഫദ്ല. അതായത് നീ അവർക്ക് വേണ്ടി വിനയം പ്രകടിപ്പിച്ചാൽ അത് നിങ്ങളുടെ മഹത്വമാണ് എന്ന് ചിന്തിക്കുന്നവരെ അവർക്ക് വേണ്ടി അവരോട് വിനയം കാണിക്കണം. അവരെ നിന്റെ ബുദ്ധിക്കുറവുണ്ടല്ല നീ വിനയം കാണിക്കുന്നത്, നിന്റെ മഹത്വമാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരോട് വിനയം കാണിക്കണം, അഥവാ ബുദ്ധിയുള്ളവരോട് വിനയം കാണിക്കണം. വജാനിബു സദാഖത മൻ ലാ യസാലു അലൽ അസ്ദിഖാഇ യറൽ ഫദ്ല ലഹു, അതായത് ചങ്ങാത്തം വെച്ച് പുലർത്തുന്നവർ, ശരിയായ ഭാഗമുള്ളവർ അവരെപ്പോഴും ഫളിലായിട്ടാണ് അത് കാണുക, മഹത്വമായിട്ടാണ് അത് കാണുക. മറ്റൊരാളുടെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുമ്പോൾ അത് മഹത്വമാണ്, അത് അയാളെ കഴിവുകേടല്ല എന്നാണ് ചിന്തിക്കുക. ഒരു ഉസ്താദ് ശിഷ്യനോട് നല്ല വിനയം കാണിക്കുന്നു, അപ്പൊ അത് മഹത്വമായിട്ടാണ് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക. കം സ്വദീഖിൻ അറഫ്തഹു ബിസ്വദീഖി സാറ അഹ്ലാ മിന സ്വദീഖിൽ അതീഖി. എത്ര ചങ്ങാതിമാരുണ്ട് എന്നറിയോ,
അവരുടെ മഹത്വം മനസ്സിലാക്കിയത് അവരുടെ ചങ്ങാതിയെ കണ്ടിട്ടാണ്. ചങ്ങാതി എത്ര ചങ്ങാതിമാരാണ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ അവർ ശരിയായ ചങ്ങാതിമാരായി മാറിയ എത്ര ചങ്ങാതിമാരാണ്. മാഷാ അല്ലാഹ്. അങ്ങനെയാണ് ശരിയായ മനുഷ്യന്മാർ. ഒരാള് എനിക്കാണ് മഹത്വം ബാക്കിയുള്ളവർക്ക് കാളും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൻ ബാക്കിയുള്ളവരെ നിസ്സാരപ്പെടുത്തുകയാണ്. മുസ്ലിമൂന മദ്മൂം. മൊത്തത്തിൽ ഏതൊരു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൊത്തത്തിൽ ഇതൊരു മോശമായ ആശയമാണ്. എനിക്കാണ് ഫദ്ല് എന്ന് ചിന്തിക്കുന്ന ആശയം അതൊരു മോശമായ ആശയം. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹസ്ബിൽ മുഅ്മിനി മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യൻ മോശമാകാൻ എന്തു മതി? ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ തന്റെ ഒരു സഹോദരനെ നിസാരപ്പെടുത്തിയാൽ അത് മോശക്കാരനാകലാണ്. ശരിക്ക് വിശാലത കാണിക്കുന്നതിന്റെ നല്ല രൂപം എന്താണ്? നമ്മൾ ലക്ഷ്യം വെക്കുന്ന വിഷയങ്ങളിലൊക്കെ മുഷാവറ നടത്തും. വയക്കുബലു ഇഷാറാത്തിഹിം, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കും. വഖദ് ഖാല വശാവിറുഹും ഫിൽ അംർ, കൂടി ആലോചിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. തന്റെ സീക്രട്ട് വിഷയങ്ങൾ മറച്ചു വെക്കാതിരിക്കും. കമാറുവിയ അന്ന യഖൂബ് റളിയല്ലാഹു അൻഹു ഖാല ജാഅ അസ്വദ് ബിൻ സാലിം ഇല അമ്മി മഅറൂഫ്. എന്റെ പിതൃ സഹോദരൻ മഅറൂഫിന്റെ അടുക്കലേക്ക് അസ്വദ് ബിൻ സാലിം വന്നു. വകാന മുആഖിറൻ ലഹു, അവരൊക്കെ മഹാന്മാരാണ്. അവര് പരസ്പരം ഈ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. ഫഖാല, അപ്പൊ പറഞ്ഞു, ഇന്ന ബിശ്ർ ഇബ്നുൽ ഹർസ് യുഹിബ്ബു മുആഖാതക്. ബിശ്ർ ഇബ്നുൽ ഹർസ് നിങ്ങളോട് സൗഹൃദ ബന്ധം സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്നു. വഹുവ യസ്തഹി അൻ യുശാഫിഹക ബിദാലിക്. നിങ്ങളോട് പറയാൻ മൂപ്പർക്കൊരു നാണാണ്. വഖദ് അർസലനി ഇലൈക, എന്നെ അയച്ചതാണ്. യസ്അലുക അൻ തഅഖിദ ലഹു, നിങ്ങൾ അങ്ങനെ ഒരു ഇടപാട്, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ഫീമാ ബൈനക വ ബൈനഹു ഉഖുവത്തുൻ യഹ്തസിബുഹാ വയഅതദ്ദു ബിഹാ ഇല്ലാ അന്നഹു യസ്തരിതു ഫീഹാ ശുറൂതൻ. നിങ്ങൾ പരസ്പരം ബന്ധം സൂക്ഷിക്കാനും സ്ഥാപിക്കാനും അതിലൂടെ പ്രതിഫലം ആഗ്രഹിക്കാനും, പക്ഷെ അതിൽ ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ലാ യുഹിബ്ബു അൻ യസ്തഹിറ ബിദാലിക്. നിങ്ങളെ ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു ശുഹ്റത്ത്, ഒരു പ്രശസ്തിക്ക് അത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വലാ യകൂനു ബൈനക വ ബൈനഹു മുസാവറത്തുൻ വലാ മുലാഖാത്തുൻ. നിങ്ങളെ കണ്ടുമുട്ടിയിട്ട് അതായത് വലിയ മഹാനായതുകൊണ്ട് ആ മഹാന്റെ അടുത്ത് കണ്ടുമുട്ടിയ ഒരാളാകല് അതും വേണ്ട. ഫൈനഹു യക്റഹു കസ്റത്തൽ ഇൽതിഖാ, കൂടുതൽ കണ്ടുമുട്ടാൻ ഇഷ്ടവുമില്ല. ഫഖാല മഅറൂഫ് പറഞ്ഞു, അമ്മാന ലൗ അഖൈതു അഹദൻ ലം ഉഹിബ്ബ മുഫാറഖതഹു ലൈലൻ വലാ നഹാർ. ഞാനൊരാളോട് നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ രാത്രിയും പകലൊന്നും വേർപിരിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലസുർതുഹു ഫീ കുല്ലി വഖത്തിൻ, ഞാൻ എപ്പോഴും സന്ദർശിക്കും. വാസർതുഹു അലാ നഫ്സി ഫീ കുല്ലി ഹാലിൻ, എപ്പോഴും അവർക്ക് ഞാൻ പരിഗണന കൊടുക്കും എന്നെക്കാൾ. സുമ്മ ദക്കറ മിൻ ഫദ്ലിൽ ഉഖുവത്തി വൽ ഹുബ്ബി ഫില്ലാഹ് അഹാദീസ കസീറ. ഈ സൗഹൃദ ബന്ധത്തിന്റെയും അള്ളാഹുവിന്റെ വഴിയിലുള്ള ഹുബിന്റെയും കുറെ ഹദീസുകൾ ഉദ്ധരിച്ചു. വഖദ് ആഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ, നബി തങ്ങൾ അലി റളിയല്ലാഹുവിനോട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. വശാറകഹു ഫിൽ ഇൽമി, ഇൽമില് കൂടെ കൂട്ടി. വഖാസമഹു ഫിൽ ബദനി, ശാരീരികമായി ഒന്നിച്ചു കൂട്ടി. വഅൻകഹു അഫ്ളല ബനാതിഹി വഅഹബ്ബഹുന്ന ഇലൈഹി, പ്രിയപ്പെട്ട മോളെ വിവാഹം ചെയ്തു. വഖസ്സഹു ബിദാലിക ലിമുആഖാതിഹി, അത് മുആഖാത്തിന്റെ ഭാഗമാണ്. വാന ഉഷ്ഹിദുക, ഞങ്ങൾ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അന്നീ ഖദ് അഖത്തു ലഹു ഉഖുവത്തൻ ബൈനി വ ബൈനഹു, ഞാൻ അയാളോട് സ്നേഹബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. വഅഖത്തു ഇഖാഅഹു ഫില്ലാഹി, അള്ളാഹുവിന്റെ വഴിയിലുള്ള ആ സൗഹൃദ ബന്ധം ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ലിരിസാലതിക വലി മസ്അലതിഹി അലാ അൻ ലാ യസൂറനി ഇൻ കരിഹ ദാലിക്, അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാൾ എന്നെ സന്ദർശിക്കണ്ട എന്ന കണ്ടീഷനോട് കൂടെ തന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു, ഞാൻ ആ ബന്ധം സ്വീകരിച്ചിരിക്കുന്നു. വലാകിന്നി അസൂറുഹു മത അഹ്ബബ്തു, എനിക്ക് തോന്നുമ്പോ ഞാൻ സന്ദർശിക്കും. വമുറുഹു അൻ യൽഖാനി ഫീ മവാദിയ നൽതഖി ബിഹാ, കണ്ടുമുട്ടുന്നിടത്ത് എന്നെ പരിചയപ്പെടണം,
എന്നോട് ലോക്യം സ്ഥാപിക്കണം എന്ന് അയാളോട് പറയുകയും ചെയ്യും. ഫമുറുഹു അല്ലാ യഖ്ഫ അലയ്യ ശൈഅൻ അല്ലാ യുഖ്ഫി അലയ്യ ശൈഅൻ മിൻ ശഅനിഹി, അയാൾ കാര്യമൊന്നും എന്നോട് മറച്ചു വെക്കരുത് എന്നും പറഞ്ഞു. യുത്ലിഅനി അലാ ജമീഅ അഹ്വാലിഹി, അയാൾ എല്ലാ അവസ്ഥയും എനിക്കും അറിയണം, അങ്ങനെ പറഞ്ഞു. ഫഅഖ്ബറ ഇബ്നു സാലിം ബിശ്റൻ ബിദാലിക ഫറളിയ വസറ ബിഹി. സാലിം റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്ന് ഇത് പറഞ്ഞപ്പോ മഹാന്മാർ അത് സ്വീകരിക്കുകയും ചെയ്തു, അത് ഭയങ്കര സന്തോഷമായി. ഫഹാദ ജാമിഉ ഹുഖൂഖി സുഹ്ബത്തി, ഇതൊക്കെയാണ് സുഹബത്തിന്റെ ശൈലി. വഖദ് അജ്മൽനാഹു മറത്തൻ വഫസ്സൽനാഹു ഉഖ്റ, അതിന്റെ നല്ല രീതിയിലും വിശദമായ രീതിയിലൊക്കെ പലയിടത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. വലാ യതിമ്മു ദാലിക ഇല്ലാ ബി അൻ തകൂന അലാ നഫ്സിക ലിൽ ഇഖ്വാനി, നിങ്ങളെ സുഹൃത്തിന് നിങ്ങളെക്കാൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരിഗണന നൽകുക. വലാ തകൂനു ലി നഫ്സിക അലൈഹി, അവരെക്കാൾ നിങ്ങൾക്ക് പരിഗണന നൽകാതിരിക്കുക. വൻ തുൻസില നഫ്സക മൻസിലത്തൽ ഖാദിമി ലഹും, നിങ്ങളെ അവരൊരു ഖാദിമായിട്ട് കാണുക. ഫതഖീദു ബിഹുഖൂഖിഹിം ജമീഅ ജവാരിഹിക്, നിങ്ങളെ എല്ലാ അവയവങ്ങൾ കൊണ്ടും അവരോടുള്ള ഹക്കുകൾ നിർവഹിക്കുക. ഇനി ഓരോ അവയവത്തിന്റെയും ഹക്ക് എന്തൊക്കെയാണ് എന്ന് വിശദമായുള്ള ചർച്ച, നല്ലൊരു ഭാഗം ഒരു അടുത്ത ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഓരോ ശരീരഭാഗം കൊണ്ടും എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ഓരോ ശരീരഭാഗം കൊണ്ടും എങ്ങനെയൊക്കെയാണ് അവരോട് ഖിദ്മത്ത് കാണിക്കേണ്ടത് എന്നതാണ് ഇനിയുള്ള ചർച്ചാ വിഷയം. മാഷാ അല്ലാഹ്. അപ്പോ ഒരു സുഹൃത്തിനോടുള്ള ഹക്ക് വീട്ടുന്ന ശൈലി, അത് മനസ്സിലാക്കി ഹക്ക് വീട്ടിയാൽ ഇവിടെ വലിയ സൗഹൃദവും നല്ല സന്തോഷ ബന്ധമൊക്കെ നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ക്ലാസ് അല്ലാത്തൊരു ഇത് അല്ലേ ഭാഗങ്ങള്. അതിന് മാത്രം തണുപ്പുണ്ടോ? ഭയങ്കര കോട്ടൊക്കെ ഇട്ടിക്കല്ലോ.